ഹൈ ഓൾ, എല്ലാവർക്കും ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണല്ലേ, കുഴപ്പമില്ല. അപ്പം എൻ്റെ പേര് വിഷ്ണു പുഷ്പരാജ് എന്നാണ്. ഞാൻ IPLSലെ ക്ലാസ് എടുക്കുന്ന ആളാണ്. ഓക്കെ രചന, ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്, ഇതൊരു ഗ്ലാമറസ് പോസ്റ്റ് ആണ് അല്ലെ. JCA ഒരു ഗ്ലാമറസ് പോസ്റ്റ് ആണ്, എല്ലാവരും കേൾക്കുന്ന. ഇപ്പൊ എന്താണ് ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത? ഇപ്പൊ ഒരു കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ CSCB എക്സാമിനെ നമ്മൾ അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത? ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കുക, ഒരു ബാങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്നത് അവിടുത്തെ സെക്രട്ടറി ആണ് അല്ലെ, സംശയമൊന്നുമില്ലല്ലോ. ഏകദേശം ഒരു 80,000 രൂപ മുതൽ ഞാനൊരു ആവറേജ് സാലറി പറയുക, ഒരു 80,000 രൂപ മുതൽ 1,00,000 രൂപ വരെയൊക്കെയാണ് ഒരു സെക്രട്ടറി സാലറി. ചില ബാങ്കിൽ 1,20,000 വരെ പോകുന്നുണ്ട്. 1,20,000 രൂപ വരെയൊക്കെ സാലറി മേടിക്കുന്ന സെക്രട്ടറിമാരെ നമുക്കറിയാം. അപ്പം ഇവര് പോലും ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ എന്താണ്, ഈ സെക്രട്ടറി പോലും റിപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു ഓഫീസറാണ് നമ്മുടെ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗ്ലാമറസ് പോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ബാങ്കിനെ തന്നെ നിയന്ത്രിക്കുന്ന ആൾക്കാർ പോലും എണ്ണീറ്റ് നിന്ന് ബഹുമാനിക്കേണ്ട ഒരു പോസ്റ്റാണ് ഈ ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥനെ വളരെ പവർഫുൾ ആണ്, വളരെ ഗ്ലാമർ പോസ്റ്റ് ആണ്. ഓക്കെ, ആദ്യം അതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഇത്രത്തോളം ഒരു മനോഹരമായിട്ടുള്ള സഹകരണ ഡിപ്പാർട്ട്മെന്റ് അല്ലെ സഹകരണ മേഖലയിൽ, അല്ലെങ്കിൽ നമ്മളെ പോലെ എന്താണ് സഹകരണവുമായി ബന്ധപ്പെട്ട സ്റ്റുഡൻസിന് എത്തിപ്പറ്റാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ലെവൽ പോസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് JCA തന്നെയാണ്. ഇനി ആദ്യം തന്നെ ഞാൻ ഈ പോസ്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഒരു JCA അല്ലെ, എന്താ പറയാ, ഇൻസ്പെക്ടർ. ഇപ്പൊ ഇൻസ്പെക്ടർ ആയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നത് എവിടെയാണ്? AR ഓഫീസിലാണ് കേട്ടോ. അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ ഓഫീസിലാണ് പൊതുവേ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ അവിടെ പ്ലേസ്മെന്റ് കിട്ടുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ജനറൽ വിങ്ങിലായിരിക്കാം നമ്മൾ ഡ്യൂട്ടി ചെയ്യുക, അല്ലെങ്കിൽ ഓഡിറ്റ് വിങ്ങിലായിരിക്കും. അതായത് ഓഡിറ്റിന്റെ വർക്കും ചെയ്യണം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ജനറൽ വിങ് ഇൻസ്പെക്ടർ ആണ് വർക്ക് ചെയ്യണം. പേര് ഇൻസ്പെക്ടർ ആണെങ്കിലും പല മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്രത്തോളം മനോഹരമാണ് കേട്ടോ. ഞാൻ വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, എന്താണ് അതിന്റെ ഒരു മനോഹാരം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ബാങ്കുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ഇൻസ്പെക്ടേഴ്സിനെ കാണുന്നതാണ്, അവരോട് സംസാരിക്കുന്നതൊക്കെയാണ്. അവരുടെ ഒരു ഗ്ലാമർ പോസ്റ്റ്, അവരുടെ ഒരു പവർ, അവർക്ക് ഒരു അധികാരത്തിന് ഒരു പവർ ഉണ്ടെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് എന്താണ് പ്രോപ്പറാണ് മനസ്സിലാവും. പല രീതിയിൽ വർക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഓഡിറ്റ് വിങ്ങിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്പെക്ടറിന്റെ വിങ്ങിൽ വർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ഇപ്പൊ ചില കുട്ടികൾ പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് ടീച്ചിങ് ആണ് ഇഷ്ടം അല്ലെ. ചില കുട്ടികൾ സാറേ എനിക്ക് ടീച്ചിങ് ആണ് ഇഷ്ടം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് JDC സെന്ററിൽ നമുക്ക് ഡെപ്യൂട്ടേഷനിൽ പഠിപ്പിക്കാൻ പോവാം. ക്ലിയർ ആവുന്നുണ്ടോ? സംശയങ്ങളുണ്ടോ എന്നോട് ചാറ്റ് ചെയ്തോളാം കേട്ടോ, ചോദിച്ചോണേ. നമുക്ക് JDC സെന്ററുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ അവിടെ പഠിപ്പിക്കാൻ പോവാം. ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രഷറും ഇല്ല. 1-2 മണിക്കൂർ ക്ലാസ്, ബാക്കി സുഖമാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട്. പിന്നെ എന്താണ് മറ്റൊരു പ്രത്യേകത, നമ്മളിപ്പോ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ജീവനക്കാരനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തിങ്കൾ മുതൽ ശനി വരെ ബാങ്കിന്റെ ഉള്ളിലിരുന്ന് വർക്ക് ചെയ്യണം അല്ലെ, ശരിയല്ലേ? ആണോ? ഉള്ളിലിരുന്ന് തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് ആഴ്ചയിൽ 2-3 ദിവസം മാത്രമേ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളിലോ നമുക്ക് ഇൻസ്പെക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പുറത്തൂടെ നടക്കാം. അതായത് മറ്റു ബാങ്കുകളിലൊക്കെ പോകാം. അവിടുത്തെ എന്താണ് ബാങ്കിൽ ചെന്ന് അവരോട് പറയാം, അല്ലെ ഇന്ന റിപ്പോർട്ട്സുകൾ എടുക്കൂ, ഇന്ന പ്രോഗ്രസ് റിപ്പോർട്ടുകൾ എടുക്കും. അങ്ങനെ എന്താണ് ഒരു സൂപ്പർവൈസറി ലെവലാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രത്തോളം മനോഹരമാണ്. ഇപ്പൊ ഇതിന്റെ സാലറി സ്കെയിൽ നിങ്ങൾ കണ്ടോ? 39 സംതിങ് ആണ് ഇതിന്റെ ബേസിക് സാലറി. കണ്ടായിരുന്നോ? അപ്ലൈ ചെയ്തപ്പോൾ കണ്ടായിരുന്നോ? അല്ലെ, സാർ ഇപ്പൊ പറഞ്ഞു അല്ലെ. നമുക്ക് ഗ്രോസ് ആയിട്ട് കയ്യിൽ കിട്ടുന്നത് 44 സംതിങ് ആണ്. ഗ്രോസ് ആണ്. കട്ടിങ്സുകൾ വരും. 7% DA, 6% HR എല്ലാം കൂട്ടി ഒരു 44 സംതിങ് ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് ഓർത്ത് നോക്കുക. അപ്പൊ നല്ലൊരു സാലറി പാക്കേജ് തന്നെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഈ ഒരു നമ്മുടെ ജോലി കിട്ടാൻ, അല്ലെങ്കിൽ നമ്മളൊരു CSCB എക്സാമുമായിട്ടും അല്ലെങ്കിൽ എന്താണ് മറ്റ് എക്സാമുകളോട്ടും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. CSCB എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ കൂടെ ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്. എല്ലാവരും തന്നെ CSCB എക്സാം എഴുതുന്നവരാണെന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് CSCB എക്സാമിന് പഠിക്കേണ്ട പകുതി പോലും നമുക്കിവിടെ പഠിക്കണോ മക്കളെ? പഠിക്കണോ? ആരും ഒന്നും കമന്റ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ CSCBക്ക് നമ്മൾ ഒരുപാട് പഠിക്കാറുണ്ട് അല്ലെ. ഇംഗ്ലീഷ്, GK, മാത്സ്, സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ആക്ട് ആൻഡ് റൂൾസ് 110 സെക്ഷൻ, 201 റൂള്, കോർപ്പറേഷനോട് ബന്ധപ്പെട്ട 40 കമ്മിറ്റി, കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഹിസ്റ്ററി ഓഫ് കോർപ്പറേഷൻ, ഫോറിൻ കോർപ്പറേഷൻ, പിന്നെ ബാങ്കിങ് വരുവാണെങ്കിൽ NI ആക്ട്, BR ആക്ട്, അതുപോലെ തന്നെ ഒരുപാട് ആക്ടുകളും കാര്യങ്ങളും കുറിച്ച് എന്താണ് സിലബസ് ഒരു വൈഡ് ആണ്. എന്നാൽ നമുക്ക് ഇവിടെ JCAയിൽ പ്രോപ്പർ ആയിട്ട് ഇവിടെ സിലബസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഈ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ സിലബസ് ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. സിലബസ് നമുക്കൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ രഞ്ജിത്ത്, നമുക്ക് സിലബസ് കവർ ചെയ്യാം. ഇപ്പൊ നമ്മൾ പാർട്ട് അല്ലെ, അതായത് കോർപ്പറേഷന്, ബാങ്കിങ്,
പിന്നെ IT ആൻഡ് സൈബർ ലോ, ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത് അല്ലേ. അല്ല, ആദ്യത്തെ മൊഡ്യൂൾ നമുക്ക് നോക്കാം അല്ലെ. ആദ്യത്തെ പാർട്ട് കോർപ്പറേഷൻ ആണ്. അതിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം ആണ്. വളരെ സിമ്പിൾ ആണ്, നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളവരാണ്, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പഠിച്ചാൽ ഇവിടെ നമുക്ക് മാർക്ക് പോകില്ല. എന്തൊക്കെയാണ്? ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം. ഇപ്പൊ എന്താണ് ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം? ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. എങ്ങനെയാണ് ഇത് സഹകരണം, കോർപ്പറേഷനുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? പിന്നെന്താണ് പറയുക? പാർട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. നമ്മൾ +1 മുതൽ പഠിക്കുന്ന, +1 ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്ന സംഭവങ്ങൾ തന്നെ അല്ലെ. നോക്കിയേ, ശരിയല്ലേ? പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അല്ലെങ്കിൽ ഒരു സഹകരണവുമായിട്ട് എന്താണ് നമ്മുടെ പാർട്ണർഷിപ്പിനും ജോയിന്റ് സ്റ്റോക്കും തമ്മിലുള്ള ബന്ധം എന്താണ്, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, സാമ്യം എന്താണ്? പിന്നെ വരികയാണ് എന്താ? കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ഇപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു ഏരിയ അല്ല, ശരിയല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, വലിയ ബുദ്ധിമുട്ടില്ല ഇവിടെ പഠിക്കാൻ. നമുക്ക് അത്ര അല്ല, ഈ ഒരു ഏരിയ പഠിക്കാൻ ഒട്ടും അത്ര വലിയ ബുദ്ധിമുട്ടുകളില്ല. കുറച്ച് ക്ലാസ്സുകൾ കൊണ്ടും അല്ലെ പ്രോപ്പറായിട്ട് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് തരികയുള്ളൂ. വാരി വലിച്ചൊന്നും തരില്ല, അതിന്റെ ആവശ്യമില്ല. നമുക്കറിയാം, നമ്മൾ എന്താണ് പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പല യൂണിവേഴ്സിറ്റി ടെസ്റ്റുകൾ, JDCയുടെ HDCയുടെ ടെസ്റ്റുകൾ, ഇതെല്ലാം പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്താണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് തരുന്നത്. പ്രധാനപ്പെട്ട നമ്മൾ PYQ നമ്മൾ പ്രോപ്പറായിട്ട് PYQ നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യും. ഏത് ഏരിയയിൽ നിന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് അല്ലെ, റാങ്ക് മേക്കിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് ഏത് ഭാഗമാണ്, ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ഇതെല്ലാം തമ്മിൽ ഡിസ്കസ് ചെയ്താണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഓരോ പാർട്ട് കഴിയുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് ടാസ്ക് ആയിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 1 വലിയ ബുദ്ധിമുട്ടുകളില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം, കുഴപ്പമില്ല. ഏകദേശം എന്താണ് ഒരു 2-3 ക്ലാസ് കൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഏരിയ മനസ്സിലാക്കാം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതിന്റെ ഫോറിൻ കോർപ്പറേഷൻ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതാണ് അല്ലെ. എന്താണ് പറയുക? എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെ. ഈ സഹകരണ തത്വങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം അല്ലെ. പഠിക്കുന്ന നിങ്ങൾക്കും അറിയാം, പഠിപ്പിക്കുന്ന എനിക്കും അറിയാം. അപ്പൊ ഈ ഒരു ഏരിയ നമ്മൾ നോക്കിയ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ, അതിൽ റെപ്സ് വന്ന ഒരു ഏരിയ അല്ലെ. ഓക്കെ, എന്താണ്? റോക്ക്ഡെയിൽ പൈനീഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇപ്പോഴും പല കുട്ടികളും പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വന്നത് 1844 പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ? ഈ ക്ലാസ്സിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ? 1844 സഹകരണത്തിന്റെ ഫസ്റ്റ് ഫേസ് എന്നാണ് ഇപ്പോഴും പല കുട്ടികളും പഠിച്ചിരിക്കുന്നത്. പക്ഷെ പ്രോപ്പറായിട്ട് യൂണിവേഴ്സിറ്റി ടെസ്റ്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് 1860 റോക്ക്ഡെയിൽസിന്റെ ജനറൽ ബോഡിയിലാണ്. 1844 ഇവർ ഫോം ചെയ്തു. 1860 അവരുടെ പ്രിൻസിപ്പൽ പ്രോപ്പറായിട്ട് കമന്റ് ചെയ്തു. 1860 അവരുടെ ജനറൽ ബോഡി, അവരുടെ പൊതുയോഗത്തിലാണ് ഈ സഹകരണ പ്രിൻസിപ്പിൾസ് അവരെന്ത് ചെയ്യുന്നത്? ലോകത്തോട് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ്. ഈ പ്രിൻസിപ്പിൾസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സക്സസ് ആയതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയ. പിന്നെന്താണ്? സെക്കൻഡ് സ്റ്റേജ് റീഫോർമുലയുടെ പ്രിൻസിപ്പിൾ ബൈ ICA. അപ്പൊ അതുകൊണ്ട് ചരിത്രം പഠിക്കാനുണ്ട് അല്ലെ. 1930 ഫ്രഞ്ച് ഫെഡറേഷൻ പറയുകയാണ് നമുക്കൊരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വേണം. അത് പ്രകാരം 1934 ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. 1937 ആ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. എന്താണ്? റോക്ക്ഡെയിൽസിന്റെ പ്രിൻസിപ്പിൾ 2 തരംതിരിക്കുന്നു. അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല കേട്ടോ, ക്ലാസ്സുകളിലേക്കൊന്നും അധികം പോകുന്നില്ല. ആ ഒരു ഏരിയ പഠിക്കണം. പിന്നെ കാർവേ കമ്മിറ്റിയുടെ അല്ലെ, കാർവേ കമ്മിറ്റിയുടെ ഒരു ഏരിയ. സാറേ ഒന്നുകൂടെ കാർവേ കമ്മിറ്റിയായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് അതിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. എന്താണ്? പ്രിൻസി ഒന്ന് കമന്റ് ചെയ്യാവോ? കാർവേ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്, എന്താണ് മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയുന്ന കാർവേ കമ്മിറ്റി ആ പ്രിൻസിപ്പിൾ ഒന്ന് കമന്റ് ചെയ്യാവോ? ആരും കമന്റ് ചെയ്യുന്നില്ല. എന്താണ്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് അല്ലെ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. പിന്നീട് നമ്മൾ ഇവാൻ മക്ഫേഴ്സിനെ 1992 അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. അദ്ദേഹം കൊണ്ടുവരികയാണ് എന്താണ്? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയും കൺസേൺ ചെയ്യണം, ലാഭം മാത്രം നോക്കിയാൽ പോരാ. അപ്പൊ അങ്ങനെ കുറച്ച് ഏരിയാസ് ആണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ കോപ്പറേറ്റീവ് വാല്യൂസും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും, ആ വാല്യൂസും പ്രിൻസിപ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ ആ കോമൺവെൽത്ത് പഠിക്കും. അതിൽ തന്നെ പറയുന്നുണ്ടല്ലേ, പറയുന്നില്ലേ, ഒരു ഡെഫിനിഷൻ ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്, 10 വാല്യൂസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയ ആണ് എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. വളരെ രസകരമായ ഒരു ഏരിയ ആണ്, പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ വളരെ രസകരമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുക. അതും വലിയ ബുദ്ധിമുട്ടുകളില്ല, കാരണം അതൊന്നും എന്താണ് ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല. പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സും ഉണ്ട്, നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ സാർ, അടുത്ത ഒന്ന് സ്ക്രോൾ ചെയ്യാം. ഇതാണ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള അല്ലെ. നമ്മൾ റൂൾ 15 നമ്മുടെ KCS ആക്ടിലെ ഏതാണ് റൂൾ 15 പ്രകാരം നമ്മൾ അവിടെ എന്താണ്
ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ, പ്രിൻസിപ്പൽ ഒബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ആ ഒരു ഏരിയ ആണ് പറയുക ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം അല്ലെ. ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം അതിൽ പ്രൈമറി വരുന്നുണ്ട്, അർബൻ വരുന്നുണ്ട്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ പ്രോപ്പറായിട്ട് കവർ ചെയ്യണം. അത് വലിയ ബുദ്ധിമുട്ടുകളില്ല, കാരണം ഇത് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയ അല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട് പോയത് അല്ലെ. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? ഇതാണ് ബ്രൈറ്റസ്റ്റ് സ്പോട്ട്, റൊമാൻസ് ഓഫ് കോപ്പറേഷൻ, കോമൺ മാൻസ് ബാങ്ക്, അങ്ങനെ കുറച്ച് ഏരിയാസ് അവിടെ നിന്ന് വരുന്നുണ്ട്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇനി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് പുസ്തകങ്ങളിൽ ഇല്ല. നമ്മൾ അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ അവരുടെ ലോൺ പ്രോഡക്റ്റുകൾ ഒരു 2 തവണ മുമ്പുള്ള ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നത് പ്രവാസി കിരൺ ആരുടെ പ്രോഡക്റ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, കേരള ബാങ്കിന്റെ ആയിരുന്നു അല്ലെ, പ്രവാസി കിരൺ എന്ന്. കുറെ കുട്ടികൾ വളരെ ബുദ്ധിപൂർവ്വം എന്താണ് ആൻസർ എഴുതി, പ്രവാസി കിരൺ എന്നൊക്കെ വരുമ്പോൾ ബുദ്ധിപൂർവ്വമായിട്ട് ആൻസർ എഴുതി. അന്നത്തെ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു അത്. പുസ്തകങ്ങളിലൊന്നുമില്ല, അത് പ്രോപ്പർ അവരുടെ സൈറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പഠനം നമ്മൾ പഠിക്കുമ്പോഴും ഏതെങ്കിലും ടോപ്പിക്ക് പഠിക്കുമ്പോഴും എന്താണ്, ഏത് ടോപ്പിക് ആയിക്കോട്ടെ, അതിനെപ്പറ്റിയുള്ള ആഴത്തിലുള്ള അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? ആഴത്തിലുള്ള അറിവ്, എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യണം. ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയാൽ മതി. അപ്പൊ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സുകളെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റി ടെസ്റ്റുകളും നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ പുസ്തകങ്ങൾ അനലൈസ് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യും, പിന്നെ എന്താണ് ഇന്റർനെറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറച്ച് ഏരിയാസിലാണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നമുക്ക് അതെല്ലാം ആവശ്യമാണ്. അപ്പൊ എന്താ ഷോർട്ട് ടൈമിന്റെ പഠിച്ചു, പിന്നെ ലോങ് ടൈം രണ്ടായിട്ട് തരംതിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പക്സിൽ എന്താണ് കേസ് കാർഡ് ബാങ്ക്, പ്രൈമറി എന്താണ് പി കാർഡ് ബാങ്ക്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കണം. പിന്നെ ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റി, മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ പറ്റി ഒരു പഠനം നമുക്ക് ആവശ്യമാണ് അല്ലെ. നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പോഴും റൂള് പ്രകാരം 3 ടയർ ആണ്, എന്നാൽ വർക്കിംഗ് 2 ടയറേ ഉള്ളൂ. പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ. പിന്നെ നാഷണൽ ലെവലിൽ വരുന്ന നാഫെഡ്, റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, അതിന്റെ ഫെഡറേഷൻസ്, ഡയറി സംഘങ്ങൾ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. അപ്പൊ ഈ ഒരു മൊഡ്യൂളും അത്ര ബുദ്ധിമുട്ടില്ല, കാരണം അധികം അങ്ങ് എന്താണ് വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്ന പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്നും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കുട്ടികളെ? പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ പ്രിൻസി? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ പഠന രീതികളും കൂടെ ഞാൻ അവസാനം പറയാം കേട്ടോ. ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ടോപ്പിക്കിനെ എന്താണെന്ന് പരിചയപ്പെടുത്തുക. ഇതിനുശേഷം എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യണം, അതൊക്കെ പറയും. സാർ എങ്ങനെയാണെങ്കിൽ അടുത്ത എഴുതല്ലോ അല്ലെ. അടുത്ത ഇതും വലിയ പ്രശ്നമില്ല. മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്. ഇത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളല്ലേ. നാഫെഡ്, ഇഫ്കോ, ക്രിപ്കോ, നബാർഡ്, NDDB, NCDC, NHB, ഇതെല്ലാം അറിയാവുന്നതല്ലേ. ഇതിൽ ഒരു CSCB പഠിക്കുന്ന ആൾ അല്ലെങ്കിൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനെപ്പറ്റി എന്താണ് വളരെ വിശദമായിട്ട് ഞാനിപ്പോ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. ശരിയല്ലേ? നിങ്ങൾക്ക് അറിയത്തില്ലേ? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നാഫെഡ്, ഇഫ്കോ, ക്രിപ്കോ, നബാർഡ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? സംശയമുണ്ടോ? ഉണ്ടോ മക്കളെ? ഇല്ലല്ലോ, അറിയാവുന്നതാണ്. നിങ്ങൾ പഠിക്കുന്നവർക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളിവിടെ എങ്ങനെയാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട റാങ്ക് മേക്കിംഗ് ഏരിയാസ് ഉണ്ട്. ഇപ്പോഴും നമ്മൾ പോലെ പല കുട്ടികളും കേൾക്കാത്ത റാങ്ക് മേക്കിംഗ് ഏരിയാസ് PSC ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ PSC പ്രോപ്പറായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഒരു പഠനം നമ്മൾ ഇവിടെ കാഴ്ചവെക്കേണ്ടി വരും. ഓക്കെ, കാരണം എല്ലാവർക്കും ഒരേ നാഫെഡിന്റെ ബേസിക് ആയിട്ട് 16 പോയിന്റേ ഉള്ളൂ. ഇഫ്കോയ്ക്ക് ആണെങ്കിൽ 9 പോയിന്റേ ഉള്ളൂ ബേസിക് ആയിട്ട്. അപ്പൊ അത് മാത്രം നമുക്ക് പോരാ. ഇതിനെപ്പറ്റിയുള്ള ആഴത്തിലുള്ള ഒരു അറിവ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്താണ് നിങ്ങളെ പഠിപ്പിക്കാറുള്ളത്. അപ്പം ഈ ലെവലിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. നാഫെഡ്, ഇഫ്കോ എന്ന് പറയുന്ന ഏരിയാസിൽ നിന്ന് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്കും ഉണ്ടാവില്ല, എനിക്ക് എന്താണ് ഉറപ്പാണ്, കാരണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ അടുത്തൊരു മൊഡ്യൂളിലേക്ക് പോയല്ലോ സാറേ. കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഇതാണ് കാരണം എന്തുകൊണ്ടാണ് ഈ കോപ്പറേറ്റീവ് ഓഡിറ്റിന് ഇത്രത്തോളം പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നാളെ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്നാണ് ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണിത്. നമ്മൾ ഇൻസ്പെക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഓഡിറ്റും കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? 2 വിങ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, ജനറൽ വിങ്, ഓഡിറ്റ് വിങ്. ചിലപ്പോൾ നമ്മൾ എന്താണ് ഓഡിറ്റ് വിങ്ങിലേക്ക് ആയിരിക്കും ചിലപ്പോൾ അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് കോപ്പറേറ്റീവ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ പ്രോപ്പർ ആയിട്ട് തന്നെ പോകണം. ഇതിൽ നമുക്ക് എന്താണ് ഒന്നും എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളില്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ ആക്ട് ആൻഡ് റൂളിന്റെ അടിസ്ഥാനമായിട്ട് തന്നെ കേട്ടോ. നമ്മുടെ കേസസ് ആക്ട് റൂളൊക്കെ ഇല്ലേ, 63, 64, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റൂളുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊരു കഥ പോലെ പഠിക്കണം. അപ്പൊ നിങ്ങൾ പറയും സാറേ ഇത് ബുദ്ധിമുട്ടുള്ള ഏരിയ, ഇത് ഒത്തിരി പഠിക്കാനുണ്ട്. ശരിയാ, ഇത് ഒരുപാട് പഠിക്കാനുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഒരു കഥ പോലെ പഠിച്ചാൽ ഇത്രത്തോളം സിമ്പിൾ ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ?
ഇത്തരം ഓഡിറ്റിന്റെ ഏരിയ, അല്ലെങ്കിൽ രജിസ്ട്രാറിന്റെ ഏരിയ, അല്ലെങ്കിൽ ട്രിബ്യൂണലിന്റെ ഏരിയ, ഇതൊക്കെ ഒരു സ്റ്റോറി, ഒരു കഥയായിട്ട് പഠിക്കും. നമ്മളിപ്പോൾ ഒരു കേസീസ് ആക്ട് പഠിക്കുമ്പോൾ ഇവിടെ നമുക്ക് കേസീസ് ആക്ട് ആൻഡ് റൂൾസിന്റെ എല്ലാ കാര്യങ്ങളും എന്താണ് ഇൻക്ലൂഡഡ് അല്ല എങ്കിലും ഞാൻ പറയുകയാണ്, ഒരു കുഞ്ഞു കുട്ടിയുടെ ജനനം മുതൽ മരണം വരെയാണ് ഒരു സംഘം ആണോ. അതിന്റെ ആദ്യത്തെ ആ ഒരു ജനനവുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷന്റെ ഭാഗം വരുന്നു. പിന്നെ അതിങ്ങനെ വളർന്ന് പന്തലിക്കുന്നു, അവസാനം ലിക്വിഡേറ്റ് ചെയ്യുന്നു, അല്ലെ. ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ഒരു കഥ പോലെ പഠിക്കണം. ഒരിക്കലും നമ്മൾ ഈ ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നമ്മൾ ഒരിക്കലും ഒരു പേടിയോടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു അപ്രോച്ച് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത് പഠിക്കാൻ നേരത്ത് എല്ലാ കുട്ടികളും, ഇപ്പൊ നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് നമ്മൾ ആദ്യം ക്ലാസ് എടുക്കാൻ പറയുന്നത്, സാറേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ, കാരണം ഇത് പഠിക്കാതിരിക്കാനും പറ്റത്തില്ല, പക്ഷെ ഇത് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അതുകൊണ്ട് കൂടുതൽ സമയം ഇത് സ്കിപ്പ് ചെയ്യുന്ന പറയുക. എന്തിനാ സ്കിപ്പ് ചെയ്യുന്നേ? ഈ കാര്യങ്ങൾ പഠിച്ചാൽ ഇതിൽ നിന്ന് ഒരു മാർക്ക് പോലും പോവില്ല. അത് പ്രോപ്പറായിട്ട് ഇതൊരു കഥയായിട്ട് പഠിക്കണം. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ അങ്ങനെയാണ്. ആക്ട് ആൻഡ് റൂൾസ് എപ്പോഴും ഒരു സ്റ്റോറിയാ, കഥയായിട്ട് പഠിപ്പിച്ചു വിടുക. അല്ല ഒരിക്കലും നമ്മൾ പറയുന്ന പോലെ DC അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ DC ആയിട്ട് ബന്ധപ്പെട്ട് അതിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റോറി ആയിട്ട് തന്നെയാണ് പഠിക്കാറുള്ളത്. ഇപ്പൊ നമ്മൾ കോപ്പറേറ്റീവ് ഓഡിറ്റിലേക്ക് പോകും, ഡെഫിനിഷൻ പഠിക്കണം, ഒബ്ജക്റ്റീവ്സ് പഠിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, നമ്മൾ നാളെ ചിലപ്പം ഇൻസ്പെക്ടറായ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായത്, അല്ലെ. ഒബ്ജക്റ്റീവ്സ്, അതിന്റെ സ്കോപ്പ് ഭയങ്കര ഇതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വൈഡ് ആണ്. ചെറിയ കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരുപാട് കാര്യങ്ങൾ അതോട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റും ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിന്നെ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, മറ്റ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണ സ്ഥാപനത്തിന്റെ ഓഡിറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണെന്ന് പറയാറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഓഡിറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഫോർ കോപ്പറേറ്റീവ് ഓഡിറ്റ്. എങ്ങനെയാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് അതിന്റെ ഓഫീസറിന്റെ ഒക്കെ ആ ഒരു തലങ്ങളാണ്. ഏറ്റവും ടോപ്പ് ലെവലില് DCA, പിന്നെ താഴോട്ട് വരുമ്പോൾ ജില്ലാതലമായിട്ട് വരുമ്പോൾ JD, ജോയിന്റ് ഡയറക്ടർ, പിന്നെ താലൂക്ക് തലത്തിൽ വരുമ്പോൾ AD, അസിസ്റ്റന്റ് ഡയറക്ടർ. അങ്ങനെ കുറച്ച് അതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റ് എങ്ങനെയാണെന്ന് ഓർക്കുക. അതിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ഓഡിറ്റ്, അല്ലെങ്കിൽ മെക്കാനിക് ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ഫ്രെയിമിംഗ് ഓഡിറ്റ് പ്രോഗ്രാം, പിന്നെ സ്റ്റേജസ് ഓഫ് പ്രാക്ടിക്കൽ ഓഡിറ്റ്. ഒരു പ്രാക്ടിക്കൽ ഓഡിറ്റിന്റെ ഏതൊക്കെ സ്റ്റേജസിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഇത്രത്തോളം ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ ഇത്രയും വൈഡ് ആയിട്ടുള്ളത്. പിന്നെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, റീകൺസിലേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. നിങ്ങൾ നാളെ ചെന്നാൽ ചെയ്യേണ്ടി വരും. നിങ്ങൾ നാളെ ബാങ്കിലൊക്കെ ചെയ്യുമ്പോൾ, നിങ്ങൾ നാളെ ഇൻസ്പെക്ടറൊക്കെ ആയിട്ട് ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ അവരുടെ ബുക്സുകൾ മേടിച്ച് പരിശോധിക്കേണ്ടി വരും, സ്റ്റേറ്റ്മെന്റുമായിട്ട് പരിശോധിക്കേണ്ടി വരും. ഈ കേരള ബാങ്കിലായിരിക്കും അക്കൗണ്ട്, അല്ലെ. ഒരു സഹകരണ ബാങ്കിന് പ്രോപ്പറായിട്ട് അവർ ഫിനാൻസിങ് ബാങ്ക് കേരള ബാങ്ക് ആയിരിക്കും. അപ്പൊ ആ കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റും ഇവർ പ്രിപ്പയർ ചെയ്ത് തമ്മിൽ റീകൺസിലിംഗ് ആകുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റർ ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്താണ്, അദ്ദേഹത്തിന് ചില പവറുകൾ ഉണ്ട്, അല്ലെ. പഠിച്ചിട്ടില്ലേ? ഒരു DCയുടെ പവറിനെ പറ്റി പഠിച്ചിട്ടില്ലേ, അല്ലെ. ഏത് വർക്കിംഗ് ടൈമിലും കയറി ചെന്ന് ഏത് പുസ്തകങ്ങളും, അല്ലെ, സംഘവുമായിട്ട് ബന്ധപ്പെട്ട ഏത് റെക്കോർഡുകളും നോക്കാനുള്ള ഒരു ഒരു അവകാശമുണ്ട്, അല്ലെ. ഏതെങ്കിലും ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസറിനെ വിളിച്ചു നിർത്തി കാര്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഒരുപാട് പവറുകളുണ്ടെന്ന് ഓർത്ത് വെക്കുക. പിന്നെ പവർ മാത്രമല്ല, ലയബിലിറ്റീസും ഉണ്ട്, അല്ലെ. അദ്ദേഹത്തിന് ഓഡിറ്റർക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ ഫൈനലായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, അത് DCAക്ക് അയച്ചു കൊടുക്കണം. DCA ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. പിന്നെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, അസസ്മെന്റ് ആൻഡ് ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്, ഓഡിറ്റ് ഫീ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ. ഇപ്പൊ കോപ്പറേറ്റീവ് ഓഡിറ്റ് മൊഡ്യൂൾ 5 വളരെ പ്രധാനപ്പെട്ടതാണ്. ഡീറ്റെയിൽഡ് സ്റ്റഡി അവിടെ ആവശ്യമാണ്. നമ്മൾ ഇത്ര നേരം പഠിച്ച 4 മൊഡ്യൂളിനേക്കാൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആയിരുന്നു അത്. പിന്നെ വരികയാണ് മൊഡ്യൂൾ 6. എന്താണ്? ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. എന്താ മക്കളെ ഇതിന് ഇത്ര പ്രത്യേകത? കാരണം ഇത് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഒരു ഇൻസ്പെക്ടറിന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാര്യങ്ങളെല്ലാം. ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്താണ്? മാനേജിംഗ് ദ സോഷ്യൽ പ്രോസസ് ഇൻ എ കോപ്പറേറ്റീവ്, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്ട്, കോപ്പറേഷൻ, അസോസിയേറ്റ് ക്യാരക്ടർ ഓഫ് എ കോപ്പറേറ്റീവ് ആൻഡ് മാനേജിംഗ് എ കോപ്പറേറ്റീവ് അസോസിയേഷൻ, ഇഷ്യൂസ്. അപ്പൊ എന്താണ് കോപ്പറേറ്റീവ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസും കാര്യങ്ങളും. ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മുടെ, അതായത് ഇൻസ്പെക്ടറിന്റെ ഒരു ചുമതലയിൽ വരുന്ന കാര്യങ്ങളാണ്, അത് പ്രോപ്പർ ആയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ. അപ്പൊ അതാണ് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് മൊഡ്യൂൾ 6 വരുന്നത്. ഇതിനും കുറച്ച് പ്രാധാന്യം കൊടുക്കണം. പൊതുവെ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണിത്. കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത്ര സിമ്പിൾ അല്ല, അതായത് തന്നെ പറയുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഏരിയ നമ്മൾ പ്രോപ്പറായിട്ട് കവർ ചെയ്യണമെന്ന് ഓർത്ത് വെക്കുക. സാറേ അടുത്തൊരു ഇതെടുക്കുക സാറേ. എന്താണ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്? ഇതും നമ്മൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ലോയിൽ പ്രധാനപ്പെട്ടായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആ ടെക്നിക്ക് ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ? അതായത് ഒരു ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ, ഇപ്പൊ ഇൻസ്പെക്ടർ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓഡിറ്ററിന് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വരിക. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ടുകൾ പഠിച്ചിട്ടില്ലേ? 69 ഡിസ്പ്യൂട്ടുകൾ, അവാർഡുകൾ, അല്ലെ. ആർബിട്രേഷൻ ആൻഡ് അവാർഡ്, പ്രൊവിഷൻ, എക്സിക്യൂഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് അവാർഡ്. പിന്നെ പറഞ്ഞ അപ്പീല്, റിവ്യൂ, റിവിഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടതാ?
ട്രിബ്യൂണലോട് ബന്ധപ്പെട്ടത് അല്ലെ, പഠിച്ചിട്ടില്ലേ? സെക്ഷൻ 81 പ്രകാരം ട്രിബ്യൂണല് ഗവൺമെന്റ് ആണ് ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആയിരിക്കണം. പിന്നെന്താണ്? ജില്ലാ ജഡ്ജിയിൽ റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കണം. ജില്ലാ ജഡ്ജി എന്നല്ല പറഞ്ഞത്, ജില്ലാ ജഡ്ജി, ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് പറയുന്ന റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തി ആയിരിക്കണം. നമ്മളിപ്പം എന്താണ് നമ്മുടെ ട്രിബ്യൂണൽ ഓർത്ത് വെക്കുക. പിന്നെ 82 അപ്പീൽ ടു ട്രിബ്യൂണൽ. ഇപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ട്രിബ്യൂണലിന്റെ അടുത്ത് അപ്പീലിന് പോകേണ്ടത് പഠിക്കണം. എല്ലാത്തിനും പോകേണ്ട കാര്യമില്ല, അവിടെ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട് അല്ലെ. സെക്ഷൻ 69 കഴിഞ്ഞിട്ട് അവാർഡ്സിനെ പറ്റി. പിന്നെ നമുക്ക് നോക്കണം എന്താണ് അപ്പീല്, റിവ്യൂ, റിവിഷൻ. റിവ്യൂ ചെയ്യുന്നു. ചില സാഹചര്യങ്ങൾ എന്താണ് റിവ്യൂ ചെയ്യുന്ന കാര്യം പറയാറുണ്ട്. റിവിഷൻ ചെയ്യുന്നു അല്ലെ, റിവ്യൂ ചെയ്യുന്നു. പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളോട് ചെല്ലുമ്പോൾ നമ്മളോട് റിവ്യൂ ചെയ്യുന്നത് പറയാറുണ്ട്. റിവ്യൂ പെറ്റീഷനെ പറ്റി പറയാറുണ്ട്. പിന്നെ അതോറിറ്റി ഓഫ് അപ്പീൽസ്, കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ, കോൺസ്റ്റിറ്റ്യൂഷന് പവർ, ഒഫൻസ്, പെനാൽറ്റി പഠിക്കണം. സെക്ഷൻ 94 ആണോ? ഒഫൻസ് പഠിക്കാറില്ലേ? സഹകരണം എന്ന് പറഞ്ഞ പദം തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മൾ എത്ര രൂപ ഫൈൻ കൊടുക്കണം? ഓക്കെ, അങ്ങനെ കുറച്ച് ആ ഒരു ഏരിയ, ഒഫൻസ്, പെനാൽറ്റി, ഇതെല്ലാം പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇതൊക്കെ എന്താണ് ഒരു വർക്കിംഗ് കണ്ടീഷനാണ്. നമ്മൾ വർക്ക് ചെയ്യേണ്ട ഏരിയ ആയതുകൊണ്ടാണ് ഇതിന് ഇത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നു ഓർത്ത് വെക്കുക. ഇത് കാണുമ്പോൾ തന്നെ ചില കുട്ടികൾ ദൈവം ഇത് എങ്ങനെ പഠിച്ചെടുക്കും? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ, ഒരിക്കലും ഇതുപോലൊന്നും അല്ല ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ സോഴ്സ് ഓഫ് ഫണ്ടാണ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ് അല്ലെ, ഗവൺമെന്റ് സഹായങ്ങൾ, ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സ്റ്റേറ്റ് അല്ലെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ഗ്രാൻഡ്, സബ്സിഡീസ്, ഏതൊക്കെയാണ് ഓൺഡ് ഫണ്ട്, ബോറോഡ് ഫണ്ട്. അപ്പൊ അതുമായിട്ട് നിയമത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ആക്ട് ആൻഡ് റൂൾസ് വരുന്ന ഭാഗം കേട്ടോ. ആക്ടിലും റൂളിലും വരുന്ന ഒരു ഏരിയ ആണ് ഈ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ മൊഡ്യൂൾ 8, അതായത് എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 6 മുതലാണ് നമുക്ക് ആക്ട് ആൻഡ് റൂൾസിനെ പ്രോപ്പർ ആയിട്ട് വരുന്നതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ സാർ, അടുത്തതൊന്ന്. ഓക്കെ സാർ, ഞാൻ പഠിക്കുന്നുണ്ട്, ബട്ട് ഓർമ്മ നിൽക്കുന്നില്ല. എന്നാൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇയേഴ്സ് ഒഴികെ കിട്ടുന്നുണ്ട്. ഇത് വല്ലാത്തൊരു പ്രോബ്ലമാണ്. നമുക്ക് അതിന് പരിഹാരം കാണാന്നേ. ഏത് പ്രോബ്ലത്തിനാണ് ലോകത്ത് പരിഹാരമില്ലാതെ? നമുക്ക് പരിഹാരം കാണാം. ഞാൻ ഇതെല്ലാം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനം എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി എങ്ങനെ പഠിക്കണം എന്നുള്ള നമ്മുടെ ടെക്നിക്സുകളും കാര്യങ്ങളും, നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഞാനിപ്പം എന്താണ് ഈ മൊഡ്യൂളുകളൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. അടുത്തതാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള ആൻഡ് ഇന്ത്യ അല്ലെ. ഇന്ത്യയിലെയും കേരളത്തിലും കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെ പറ്റിയാ. നോക്കിയേ, എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് സഹകരണ നിയമം വരുന്നത് പഠിക്കാനുണ്ട് അല്ലെ. ഡെക്കാൻ റൈറ്റ് തൊട്ട് പഠിക്കാനുണ്ട്. അഗ്രികൾച്ചറൽ നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ കൂടുതൽ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. എന്താണ് പറയുക, നമ്മുടെ തക്കാവി ലോസുകളെ പറ്റി പഠിക്കാറുണ്ട് അല്ലെ. തക്കാവി ലോ, ഗവൺമെന്റ് നേരിട്ട് നൽകുന്ന ലോണുകളെ തക്കാവി ലോൺ എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെ തക്കാവി ലോ എന്ന് പറയപ്പെടാറുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ എന്താണ് നിക്കോൾസിനെ നമ്മൾ ജർമ്മനിലേക്ക് പറഞ്ഞു വിടുന്നു. അദ്ദേഹം തിരിച്ച് ഫൈൻഡ് റൈഫേഴ്സ് റിപ്പോർട്ടിനെ പറ്റി പറയുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതിനുശേഷം എന്താണ് നമ്മുടെ എഡ്വേർഡ് ലോ കമ്മിറ്റി വരുന്നു അല്ലെ. 1904 എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം റെക്കമെൻഡ് ചെയ്യാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, സഹകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. 1904 ആക്ട്, 1912 ആക്ട്, ട്രാൻസ്ഫർ ഓഫ് കോർപ്പറേഷൻ ആസ് എ പ്രൊവിൻഷ്യൽ സബ്ജക്ട്. ഓക്കെ, ഇപ്പൊ നാഷണൽ NDC അല്ലെ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ റെസൊല്യൂഷൻ. പിന്നെ മോഡൽ കോപ്പറേറ്റീവ്സ് ബില്ലുകൾ, മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ബിൽ 1991 ബൈ പ്ലാനിംഗ് കമ്മീഷൻ, ട്രെൻഡ് ടുവേർഡ്സ് പാരലൽ കോപ്പറേറ്റീവ് ലോ, ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മൾട്ടി സ്റ്റേറ്റ്, അതിന്റെ റീപ്ലേസ്മെന്റുകളൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. മൾട്ടി സ്റ്റേറ്റ്, മൾട്ടി യൂണിറ്റ്, പിന്നെ അത് എന്താണ് മൾട്ടി സ്റ്റേറ്റ് ആയി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ടെന്ന് ഓർത്ത് വെക്കുക. പിന്നെ എങ്ങനെയാണ് അല്ലെ അവിടെ നിന്നെല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇന്ന് കാണുന്ന KCS ആക്ടിലേക്ക് വന്നത് എങ്ങനെയാണ്. അപ്പൊ അവിടെ ആ ചരിത്രത്തിനാണ് പ്രാധാന്യം. നിങ്ങൾ ഓർക്കരുത് ഈ ആക്ടിലെ എല്ലാ കാര്യങ്ങളും പഠിക്കണ്ട, എങ്ങനെയാണ് ഈ ആക്ടിൽ വന്നത്. ചുമ്മാ നമ്മൾ നിയമം പാസ്സാക്കുവോ? എന്ത് കാര്യത്തിനാണല്ലോ അതിന്റെ പുറകിൽ ചില കാരണങ്ങളുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ചരിത്രം നമ്മൾ പഠിക്കണം. ഓക്കെ, ചരിത്രം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് എന്താണ് ലോകത്തെ ഹിസ്റ്ററി ഇൻ ദ വേൾഡ്, ലോകത്തിലെ കൂടെ കുറച്ച് ചരിത്രങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഒത്തിരി ഒന്നുമില്ല, 10 പോയിന്റേ ഉള്ളൂ. അതും പഠിച്ച് ഈ ഏരിയ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാര്യങ്ങൾ ഒന്ന് കവർ ചെയ്യാം. ഇത് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ എന്താണ് മൊഡ്യൂൾ 8, മൊഡ്യൂൾ 7 അത്രയും ബുദ്ധിമുട്ടില്ല. അത്രയും ബുദ്ധിമുട്ട് മീൻസ് അത്രയും ടഫ് അല്ല ഈ ഒരു ഏരിയ. അപ്പം അതിനെക്കാട്ടും വളരെ സിമ്പിൾ ആണ് ഈ ഒരു ഏരിയ എന്ന് ഓർത്തു. ഓക്കെ സാർ, അടുത്ത് നടക്കാം. പിന്നെ നമ്മൾ നേരെ ബാങ്കിങ്ങിലേക്ക് വരികയാണ് അല്ലെ. ബാങ്കിങ് പൊതുവെ എല്ലാ കുട്ടികൾക്കും അത്ര ബുദ്ധിമുട്ട് ഉള്ള ഒരു ഏരിയ അല്ല. പക്ഷേ എന്താണ് കഴിഞ്ഞ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലൊക്കെ ബാങ്കിങ്ങിൽ നിന്നും കൂടുതലായിട്ട് പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. ഓക്കെ, പണ്ട് കാലത്ത് ചോദിക്കുന്ന RTIന്റെ വർഷം ഏതാ, നെഫ്റ്റിന്റെ വർഷം ഏതാ, അല്ലെങ്കിൽ എന്താണ് ഓരോ ടേമുകൾ എങ്ങനെയാണ് ബാങ്ക്, അല്ലെ നമ്മൾ പഠിക്കാറുണ്ട് ലാറ്റിൻ വേർഡിൽ നിന്നുള്ള ബാങ്കസ് ആണോ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ BSBDA, ഓക്കെ,
നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ BSBDA, നോ ഫ്രിൽ അക്കൗണ്ട് മാർക്ക് BSBDA ആയി. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് പ്രോപ്പറായിട്ട് ഇവിടെ നമുക്കൊരു പ്രാക്ടിക്കൽ നോളജ് ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യം തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ മക്കളെ. ഇവിടെ ഞാൻ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ബാങ്കിങ്ങിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഒരിക്കലും കാണാപ്പാടമല്ല കേട്ടോ. ബാങ്കിങ് അറിയാം, ബാങ്കിങ്ങിലൊന്നും കാണാപ്പാടമായിട്ടുള്ള രീതിയിൽ പഠിക്കരുത്. ജസ്റ്റ് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ അത് അപ്ലൈ ചെയ്യാം, അതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇതിന്റെ ഗുണം എന്നാ, ബാങ്കിങ് ഒറ്റ തവണ പഠിച്ചാൽ പോരെ. ബാങ്കിങ് ഒക്കെ എന്താണ് ഒറ്റ തവണ പഠിച്ചാൽ മതി, പിന്നെ ഒരിക്കലും മറക്കില്ല നമ്മൾ. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ, ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിങ്, അതുകൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടിങ് ബാങ്ക്, പിന്നെ യൂണിറ്റ് ബാങ്ക്, ഹോൾഡിംഗ് കമ്പനി, ഗ്രൂപ്പ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, മിക്സഡ് ബാങ്ക്, സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിന്റെ ഫംഗ്ഷൻസുകൾ, കാര്യങ്ങൾ അവിടെ നിന്ന് ഇച്ചിരി കൂടുതൽ പഠിക്കേണ്ട ഏരിയ BSBDA തന്നെയാണ്. BSBDA, പിന്നെ കാസ ഡെപ്പോസിറ്റിന്റെ പ്രത്യേകത, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, അത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ബേസിക് കാര്യങ്ങൾ പ്ലസ് 1 പഠിച്ച കാര്യങ്ങളാണ്. ഇതും വലിയ പ്രശ്നമില്ല. സാറേ അടുത്ത് ഒന്ന് പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ്. ലെൻഡിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ക്രെഡിറ്റ് ക്രിയേഷൻ, എങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ അറിയുന്ന എന്താണ്, പ്രൈമറി ഡെപ്പോസിറ്റിൽ നിന്ന് ലോണുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെയല്ല, അതിന് പ്രോപ്പറായിട്ടൊരു വേ ഉണ്ട്, പ്രോപ്പറായിട്ടൊരു ചാനൽ ഉണ്ട്, അത് പഠിക്കണം. പിന്നെ പ്രൈമറി ഡെപ്പോസിറ്റ്, ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ്സ് കാര്യങ്ങൾ അതങ്ങനെ അവിടെ നിന്നോട്ടെ, വലിയ പ്രശ്നമില്ല, അതും വലിയ പ്രൊഫഷണൽ. പിന്നെ മൊഡ്യൂൾ 2 എന്താണ്, സെൻട്രൽ ബാങ്കിങ് ആണ് അല്ലെ, അത് പഠിക്കണ്ടേ, പഠിക്കണം, ഒരു സംശയവും വേണ്ട. അതുമായിട്ട് ബന്ധപ്പെട്ട RBIയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം. കാരണം ഇത് പ്രോപ്പറായിട്ട് എന്താണ് നമ്മുടെ എല്ലാ സിലബസിലും പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ പുസ്തകങ്ങളിലും, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ടെസ്റ്റുകൾ എടുത്താലും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിറ്റ് ടെസ്റ്റ് എടുത്താലും പ്രോപ്പറായിട്ട് പറയുന്ന ഒരു ഏരിയയാണ് സെൻട്രൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസ്, പിന്നെ എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതിന്റെ ആക്ടുകൾ, പിന്നെ ഇഷ്യൂ ഓഫ് കറൻസി, പ്രിൻസിപ്പിൾസ്, സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ ഒക്കെ പഠിക്കാറുണ്ട്. പിന്നെ RBIയുടെ ചില ഫംഗ്ഷൻസുകളെ പറ്റി അല്ലെ, RBIയുടെ റോളുകൾ എന്താണ്, RBIയുടെ റോളുകൾ, അതിന്റെ റോൾസുകൾ പഠിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഈ ഏരിയ വലിയ പ്രശ്നമില്ല. വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ്, ഇപ്പം പുതിയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്, അത് നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ, പുതിയ കുറച്ച് കാര്യങ്ങൾ. പിന്നെ എന്താണ് പാർട്ട് 2, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളല്ലേ. ബാങ്ക് റേറ്റ് പോളിസി നമ്മൾ പഠിച്ചിട്ടില്ലേ, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്, ആ ഒരു ഏരിയ ആണ് ബാങ്ക് റേറ്റ് പോളിസി. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഈ ഒരു ഏരിയ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിൽ പ്രശ്നം ആയി വരുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ക്വാണ്ടിറ്റേറ്റീവ് നമുക്കറിയാം, അപ്പൊ ക്വാളിറ്റേറ്റീവ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിപ്പോയാൽ അവിടെ വലിയൊരു ബുദ്ധിമുട്ടിന്റെ ഏരിയ ഇല്ല കേട്ടോ. കാരണം നമ്മൾ ആ ഡിസ്പ്യൂട്ടുകളും അല്ലെങ്കിൽ ആ കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ അത്രയൊരു എന്താണ് ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നില്ല. കാരണം അതാണ് കൂടുതൽ ഇച്ചിരി പ്രാധാന്യത കൂടുതൽ പഠിക്കാനുള്ളത്. അത്രയും പഠിക്കാനുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രീ ലിബറൈസേഷൻ പീരീഡ് അല്ലെ, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രസിഡൻസി ബാങ്ക്സ് ഒക്കെ ചേർന്ന് അല്ലെ, ഇമ്പീരിയൽ ബാങ്ക്, പിന്നെ അതെങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പഠിക്കണം. പിന്നെ സോഷ്യൽ കൺട്രോൾ ബാങ്ക്സും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. ലീഡ് ബാങ്ക് സ്കീമുകൾ, അതുപോലെ എന്താ പറയുക RRBs, അതിനൊന്നും അത്ര വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറച്ച് പുതിയ പോയിന്റ്സുകൾ വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പുതിയതായിട്ട് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അത് നമ്മളൊന്ന് നോട്ട് ചെയ്യണമെന്ന് ഓർത്ത് കൊടുക്കുക. സാറേ അടുത്തേക്ക് നമുക്ക് പോകാം. പിന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഏതൊക്കെ കമ്മിറ്റീസ് ആണ്, നരസിംഹം കമ്മിറ്റി വന്നിട്ടുണ്ട്, പിന്നെ മെർജേഴ്സ്, അക്വിസിഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ RBI അവാർഡ് ഇനിഷ്യേറ്റീവ് ആയിട്ട് ചെയ്ത പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുകളില്ല കേട്ടോ. പേയ്മെന്റ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, എന്താണ് ഒരു പേയ്മെന്റ് ബാങ്ക്, ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്താണ്, അത് പ്രോപ്പറായിട്ട് പഠിച്ചു പോവാം. അത്രയൊരു നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഏരിയ അല്ല. എങ്കിലും പുതിയ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പഠിക്കാമെന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, അടുത്ത മൊഡ്യൂളിലേക്ക് പോലെ സാറേ. ഇത് പഠിക്കണം കേട്ടോ മക്കളെ. ഇതൊരു നമുക്കൊരു ബാങ്കിങ്ങിലെ ഓരോ മൊഡ്യൂളുകൾ എന്താണ് മുൻപിലോട്ട് പോകുന്നതോറും നമുക്ക് അവിടെ ബുദ്ധിമുട്ടുള്ള ഏരിയസ് വന്നുകൊണ്ടിരിക്കുക. ആദ്യമൊക്കെ സിമ്പിൾ ആണ്, അങ്ങനെ വീണ്ടും വീണ്ടും പഠിച്ചു വരുമ്പോഴാണ് അടുത്ത കാര്യങ്ങൾ വരിക അല്ലെ. ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യയിലെ ബാങ്കിങ് ലെജിസ്ലേഷൻ, ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഏതൊക്കെയാണ് അല്ലെ. BR ആക്ട് പഠിക്കണം, 1949 അല്ലെ. BR ആക്ട് പഠിക്കണം. ആ ഒരു ഏരിയാസ്, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ഡെഫിനിഷൻ ഓഫ് ബാങ്കിങ്, ബാങ്കിങ് കമ്പനി എന്താണ്, പിന്നെ നിയമപരമായിട്ട് അപ്രൂവ് ചെയ്ത സെക്യൂരിറ്റീസ് ഏതാണ്, DTA ഡിമാൻഡ് ആൻഡ് ലയബിലിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യം, റിസർവ് ഫണ്ട്, ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനി. പ്രോപ്പറായിട്ട് നമുക്ക് RBI ആക്ട് പഠിക്കണം, അതിൻ്റെ BR ആക്ട് പഠിക്കണം. BR ആക്ടിൽ നിന്ന് നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനില്ല എന്ന് ഓർത്ത് നോക്കുക. BR ആക്ട് അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് BR ആക്ട് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ.
ഈവൻ ദോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏരിയ, നമ്മൾ ബാങ്കേഴ്സ് ആകുന്നല്ല, എന്താണ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ കാര്യങ്ങൾ, നമുക്കെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം എന്ന് ഓർത്ത് വെക്കുക. സാറേ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് അല്ലെ, പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്. ബാങ്കർ കസ്റ്റമർ, എന്താണ് ബാങ്കറും കസ്റ്റമറും നമ്മളെ റിലേഷൻഷിപ്പുകൾ, ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ലോൺ എടുക്കുമ്പോൾ എന്താണ്, ലോക്കർ തരുമ്പോൾ എന്താണ്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇത് പ്രോപ്പർ ആയിട്ട് ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലെ കാര്യങ്ങളാണ് കേട്ടോ. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലെ കാര്യങ്ങളാണ്. ചെക്ക് ഹോണർ ചെയ്യുക, പിന്നെ കസ്റ്റമറിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ നമ്മൾ സീക്രട്ട് ആയിട്ട് സൂക്ഷിച്ചിരിക്കണം. ഗാർണിഷ് ഓർഡർ ഒക്കെ പഠിക്കാറില്ലേ അല്ലേ? ഗാർണിഷ് ഓർഡർ നമ്മുടെ സിവിൽ കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറുകളെ പറ്റി പഠിക്കാറുണ്ട്. പിന്നെ ആ ഒരു ഏരിയാസ്, ഇത് കൂടുതലും പ്രാക്ടീസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഏരിയ ആണ്. ബാക്കിയെല്ലാം ഹിസ്റ്ററീസ് ആണ്. ഇതൊരു പ്രാക്ടിക്കൽ ഏരിയ, പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണെന്ന് ഓർത്തു വെക്കുക. ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് ടൈപ്സ് ഓഫ് കസ്റ്റമർ. പിന്നെ ലോ എന്താണ്, NA ആക്ട്. NA ആക്ട് പഠിക്കണ്ടേ? നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവാം. ഇപ്പൊ CSEB-ലൊക്കെ ആണെങ്കിൽ NA ആക്ടിലെ എല്ലാ കാര്യങ്ങളൊന്നും വേണ്ട. 148 സെക്ഷൻ ഉണ്ട്. 2018 148ാമത്തെ സെക്ഷൻ ആഡ് ചെയ്തത് NA ആക്ടിൽ. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചെക്ക്, ഡിസോണർ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ചെക്ക്, ക്രോസിംഗ് ഓഫ് ചെക്ക്, എൻഡോഴ്സ്മെന്റുകൾ നമ്മൾ പഠിക്കുക, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്കുകൾ പഠിച്ചിട്ടില്ലേ? PVC നമ്മൾ പറയാറില്ലേ, PBC 456, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്താണ് ആഴത്തിലുള്ള ഒരു അറിവാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അത് ഓർത്ത് വെക്കുക കേട്ടോ, ആഴത്തിലുള്ള അറിവ്. പിന്നെ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു ആദ്യം കാണുന്നത് രണ്ടാമത്തെ ലൈനിലെ KCC ആണ്, കിസാൻ ക്രെഡിറ്റ് കാർഡാണ്. പഠിക്കണം, ഒരു സംശയവും വേണ്ട. ഇപ്പൊ KCC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിക്കണം അല്ലെ? പണ്ട് കാലത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ KCC വന്നിരിക്കുന്ന ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. പിന്നെ നബാർഡ്, SHG തുടങ്ങിയ കാര്യങ്ങൾ, ആ ഒരു ഏരിയ, നബാർഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ആ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ നല്ല രീതിയിൽ കവറപ്പ് ചെയ്യണം എന്ന് ഓർത്ത് വെക്കുക. കുഴപ്പമില്ല, നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ, നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കാത്ത രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. ക്ലാസ് കാണും തോറും നിങ്ങൾക്ക് കൂടുതൽ എന്താണ് അതിൽ പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ എന്താണ് ഉണ്ടാകും കേട്ടോ. ആ ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് തരികയാണ്. നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഒരിക്കലും ബോറാവില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്, എന്താണ് മോഡേൺ ബാങ്കിങ് ആണ് അല്ലെ? മോഡേൺ ബാങ്കിങ്ങോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പ്രോപ്പറായിട്ട് വരിക. RTGS, ECS, നെഫ്റ്റ്, IMBS, IFSC, ATM. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട മോഡേൺ ബാങ്കിങ് ഏരിയാസ്, അതാണ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ആ ഒരു ഏരിയയെ നമ്മൾ പ്രോപ്പറായിട്ട് കവർ ചെയ്യണം. നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബാങ്ക്സുകൾ, ഇതാണ് നമ്മൾ ഈ ഒരു ഏരിയ വരുമ്പോൾ കുട്ടികൾ ചോദിക്കും, സാറേ ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് ക്യാപിറ്റൽ അഡീക്വസി റേഷ്യോ. Tier 1 ക്യാപിറ്റൽ എന്താണ്, Tier 2 ക്യാപിറ്റൽ എന്താണ്? അപ്പൊ നമ്മൾ അതൊക്കെ പ്രോപ്പർ ആയിട്ട് കോഡുകളിൽ കൂടെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന രീതി തന്നെ നമ്മൾ നിങ്ങളെ ആക്കി എടുത്തിരിക്കും കേട്ടോ. നിങ്ങളെ ഞങ്ങൾ ഓക്കെ ആക്കി എടുത്തിരിക്കും. നിങ്ങൾക്ക് അതിൽ ഒരു സംശയവും വേണ്ട, 100% ഞങ്ങൾ ഗ്യാരണ്ടി എന്താണ് ഞങ്ങൾ പറയുന്ന പോലെ ക്ലാസ്സസ് കണ്ട് ഞങ്ങൾ തരുന്ന ടാസ്കുകളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇൻസ്പെക്ടേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഉണ്ടാവുന്ന ഓർത്ത് വെക്കുക. ഇപ്പൊ NBA, പിന്നെ സർഫേസി ആക്ട്, ആ ഒരു ഏരിയ. പിന്നെ പാർട്ട് 3, സാറേ പാർട്ട് 3ലേക്ക് പോകോളൂ, ബാക്കി നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. പിന്നെ പാർട്ട് 3 ആണ് IT ആൻഡ് സൈബറിൽ 10 മാർക്ക് വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ കുട്ടികൾ പൊതുവെ പറഞ്ഞു, സാറേ ഞങ്ങൾ സബ്ജക്ട് എടുത്തോളാം, ഈ IT ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചില കുട്ടികളുടെ ഒരു കമന്റ് ആണ് കേട്ടോ, എല്ലാവരുടെയും അല്ല. അപ്പൊ അതും വളരെ സിമ്പിൾ ആണ്, നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അവിടെ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നെ വേണം. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടി പഠിച്ചാൽ കുഴപ്പമില്ല, നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ല. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും, ഇപ്പൊ ആക്ട് റൂൾസ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ അറിയാൻ വേണ്ടി പഠിച്ചാൽ നമ്മളത് മറക്കില്ല. നമുക്ക് അറിയത്തില്ല. ഇപ്പൊ എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റി അറിയാമെന്ന് വിചാരിച്ചു, ഇപ്പൊ ഞാനത് അറിയണം, എനിക്ക് ഇന്ന സംഭവം എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാനത് അറിയാൻ വേണ്ടി പഠിക്കുമ്പോൾ ഞാൻ മറക്കുവോ? ഇല്ല. അങ്ങനെ നിങ്ങൾ പഠിച്ചു നോക്കിയേ, അറിയാൻ വേണ്ടി നമ്മുടെ ആവശ്യമാണ്, നമുക്ക് അറിയാൻ വേണ്ടി പഠിച്ചേ. അതിന്റെ ഏരിയാസ്, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ എന്താണ്, സിമ്പിൾ ആണെന്നേ. കഴിഞ്ഞ തവണത്തെ എക്സാം കണ്ടില്ല, എന്നാ സിമ്പിളായിട്ട് അവർ ചോദിച്ചിരുന്നത്. അപ്പം ആ ഒരു ഏരിയാസ് ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, സൈബർ ക്രൈംസ്, സൈബർ ലോസ്. നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ക്രൈമുകളും ലോസുകളും സൈബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ലേ, നമ്മളത് അറിഞ്ഞിരിക്കണം. ഇത്രയാണ് നമ്മുടെ ഇത്രയാണ് നമ്മുടെ ഒരു സിലബസ്. വളരെ സിമ്പിൾ, ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, വളരെ സിമ്പിൾ സിലബസ്, വളരെ ചെറിയൊരു സിലബസ്. എന്നാൽ നമ്മുടെ മുൻപിൽ നല്ലൊരു സമയം കിടപ്പുണ്ട് ഇല്ലേ മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ലൊരു സമയം നോക്കി കിടപ്പുണ്ട്. അപ്പം ഒരുപാട് നമ്മുടെ സാർക്ക് ആദ്യം പറഞ്ഞു, ഒരുപാട് ഇനി ഞാൻ അതിലേക്കാണ് വരിക കേട്ടോ. ഒരുപാട് കോമ്പറ്റീഷൻ നിറഞ്ഞ ഒരു ഏരിയ ആണ് ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ് അല്ലെ? ഒരു കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പൊ ഈ കോമ്പറ്റീഷൻസ് വരുമ്പം നമുക്കറിയാം, നമ്മളെ പോലെ തന്നെ പഠിക്കുന്ന 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് കുട്ടികളുണ്ട്. അപ്പം നമ്മൾ
അവരിൽ നിന്ന് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാണ്, മക്കളെ ഈ പരീക്ഷ എഴുതാൻ പോവുക എന്ന് പറയുന്നത്, എക്സാം എന്ന് പറയുന്നത് അതിനെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം. അതായത് ഒരു രീതിയിൽ പരീക്ഷ എഴുതുക എന്ന് പറയുന്ന ഒരു കലയാണ്, അല്ലെ? ഒരു ആർട്ടാണ്, ഒരു കലയാണ്, ഒരു സംശയമില്ല. നല്ലപോലെ നമ്മൾ പറയാറില്ല, ചില ആർട്ടിസ്റ്റ് നല്ലപോലെ പടം വരയ്ക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ചില ആർട്ടിസ്റ്റ് നല്ല പാട്ട് പാടുന്നു, അതുപോലെ ഇതൊരു കലയാണ്. അപ്പൊ നമ്മൾ ഇതിലെ ഏറ്റവും നല്ല കലാകാരനാകുക, അല്ലെ? ഇതൊരു കലയാണ്, അതിൽ ഏറ്റവും നല്ല കലാകാരനാകുക. അതേ സമയം തന്നെ ഇതൊരു വാറും കൂടല്ലേ, ഒരു യുദ്ധമല്ലേ? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പോലും, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് പോലും നമ്മൾ യുദ്ധം ചെയ്യുകയാണ്, ആണല്ലോ? അപ്പൊ നമ്മൾ എങ്ങനെ ഇവിടെ സെറ്റ് ചെയ്യണം? ഇതാണ് നിങ്ങളുടെ മുൻപിലെ ചോദ്യം, ഇതാണ് നിങ്ങളുടെ മുൻപിലെ പ്രശ്നവും നിങ്ങളുടെ സമസ്യ ഇതാണ്. എങ്ങനെ പഠിക്കണം? എങ്ങനെ പഠിച്ചാൽ നമ്മൾ സെറ്റ് ആവും? ശരിയല്ലേ? ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആദ്യം തന്നെ, ഞാൻ ആദ്യം തന്നെ പറയണം, ഒരുപാട് സ്ഥലത്തെ നമ്മുടെ എക്സ്പീരിയൻസ് പറയാണ്, ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ഈ ജോലി വേണം എന്നുള്ള ഒരു ആഗ്രഹമല്ലേ? ശരിയാണോ? ഒരു ആഗ്രഹം ഇല്ലാത്തവന് ജോലി കിട്ടുമോ? അല്ലെ എനിക്ക് ഇതിൽ പാസ്സാകണം, എനിക്ക് ഈ ജോലി മേടിക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. എനിക്ക് ഈ ജോലി കിട്ടണം, എനിക്കിത് മേടിക്കണം. പിന്നെ രണ്ടാമത് വേണ്ടത് എന്താണ്? ജോലി മേടിക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ടായി. രണ്ടാമത് നമ്മൾ അതിലേക്ക് എന്താണ്? പരിശ്രമിക്കണ്ടേ? നമുക്ക് ഫസ്റ്റ് കാര്യം നമ്മൾ സെറ്റ് ചെയ്തു, ഒബ്ജക്റ്റ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ അതിലേക്ക് എത്തണം. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ ഒരു സ്കെയിലാണ്, അല്ലെ? നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നു, ഇതാണ് നമ്മുടെ ടാർഗറ്റ് ഏരിയ. ഒരു സ്കെയിലിന്റെ ഒരറ്റം നമ്മൾ നിൽക്കുന്നു, ഇത് നമ്മുടെ ടാർഗറ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മുൻപിൽ ഈ കാണുന്നതാണ് നമ്മുടെ സമയം, നമ്മുടെ ടൈം ഇതാണ്, ശരിയല്ലേ? ഇത് നമ്മുടെ സമയമാണ്. അപ്പൊ ഈ കുട്ടികൾ ഇന്നത്തെ കാണുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ വരെ നമ്മൾ എത്തണം എന്ന് ഓർത്ത് വെക്കുക. മെമ്മറി നിൽക്കാനുള്ള ഐഡിയസ് എല്ലാം പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി, അല്ലെ? ജോലി വേണം, എനിക്ക് ജോലി വേണം. അപ്പൊ ഇതൊരു സ്കെയിലാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഇവിടെ നമുക്ക് എത്തണം. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ? ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. അതായത് എന്താണ്? ക്ലാസ് കാണണം, പഠിക്കണം, ഷോർട്ട് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം നമുക്ക് ഒരിക്കലും ഒരു 44,500 രൂപ സ്റ്റാർട്ടിംഗ് സാലറിയിൽ, അല്ലെ, എന്താണ് കിട്ടുന്ന ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, എന്താണ് പക്ക PSC, പക്ക എന്താണ് ഗവൺമെന്റ് ജോലി, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര സിമ്പിൾ അല്ല, പഠിച്ചേ പറ്റൂ. അല്ലാതെ ചുമ്മാ നമ്മൾ സിമ്പിൾ ആയിട്ടിരുന്ന് കിട്ടുന്ന സംഭവമല്ല. ഓക്കെ, അപ്പൊ നമ്മൾ കാണുന്ന ഈ പ്രശ്നങ്ങളാ എന്താ? രാവിലെ നേരത്തെ എണ്ണീക്കണം, രാത്രി കൂടുതൽ സമയം ഇത് പഠിക്കണം, അങ്ങനെ ഈ പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിനപ്പുറം ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ പറ്റി ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ആണെങ്കിൽ പോലും അവരെ 10 മണിക്ക് ചെന്നാൽ മതി, 5 ആകുമ്പോൾ ഇറങ്ങാം. ചിലപ്പോൾ കുറച്ചൊക്കെ വൈകുന്നുള്ളൂ. അപ്പൊ പണ്ട് കാലത്ത് പഠിച്ച കുട്ടികൾ രാത്രി 2 മണി വരെ പഠിക്കും, വെളുപ്പിന് 5 പഠിക്കുമായിരുന്നു. ഇന്ന് അവർ, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറയാം, എന്താ പൊന്നു സാറേ, പണ്ട് 1:30 വരെ പഠിക്കുമായിരുന്നു, 5-5:30 ആകുമ്പോൾ ഏൽക്കുമായിരുന്നു. ഇന്നെന്നാ എനിക്ക് 8 മണി വരെ കിടന്നുറങ്ങാം, 8:30 വരെ കിടന്നുറങ്ങാം, 9:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോയാൽ മതി. അപ്പൊ പറയാം, അന്ന് ഞാൻ എടുത്ത ആ സ്ട്രഗിളിന് ഇന്ന് എനിക്ക് അതിന്റെ വില കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ പഠിക്കണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആകുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. അത് ഞാൻ പറയുകയാണ് കേട്ടോ, ചുമ്മാ ഇരുന്ന കാര്യമില്ല. അതിലേക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് മാത്രമല്ല, ഇത് സ്മാർട്ട് വർക്കും ഉണ്ട്. അപ്പം ആ ഒരു ലെവലിലേക്ക് നമ്മൾ പെടണ്ടേ? നിങ്ങൾക്ക് ജോലി വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നാളെ നിങ്ങളൊരു ബാങ്കിൽ, അല്ലെ, ബാങ്കിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ആൾക്കാരെ ബഹുമാനിക്കണ്ടേ? നല്ല സാലറി വേണ്ടേ? സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസ് വേണ്ടേ? വേണോ? ലൈഫ് സെറ്റ് ആകണ്ടേ? ആണോ മക്കളെ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. വേണ്ടേ? നിങ്ങൾക്ക് വേണ്ടേ? സാറേ ഞങ്ങൾക്ക് വേണമെന്ന് പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മൾ, ഓക്കെ, എല്ലാവരും എന്താണ് യെസ് യെസ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിനി എന്താണ്? നമ്മളൊരു തുടക്കം, നമ്മളൊരു ലക്ഷ്യം നമ്മുടെ മുൻപിൽ കണ്ടു, എനിക്ക് ജോലി വേണം. അതിന് നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണോ? ഞാൻ ചോദിക്കാം. നിങ്ങൾ അതിനു വേണ്ടി സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടില്ല. കാരണം ഒരുപാട് ആൾക്കാർ, 1000-കണക്കിന് 10,000-കണക്കിന് കുട്ടികൾ നമുക്കെതിരെ മത്സരിക്കുന്നുണ്ട്. അവരെ പിന്തള്ളണം എന്നുണ്ടെങ്കിൽ അത്ര സിമ്പിൾ അല്ല. ഓക്കെ, സിമ്പിൾ അല്ല. അപ്പൊ നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണോ? ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? പറയുന്ന പോലെ, അതായത് ആദ്യത്തെ ദിവസം പഠിച്ചു, രണ്ടാമത്തെ ദിവസം പഠിച്ചു, ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ, സാറ് പറഞ്ഞു കണ്ടോ, നല്ല ജോലിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എനിക്ക് എന്താണ് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. ഇന്ന് പഠിക്കും, നാളെ പഠിക്കും, 3-ാം ദിവസം പഠിക്കും, 4-ാം ദിവസം പഠിക്കില്ല. കാരണം ഞാൻ ഇവിടെ പറഞ്ഞത് എന്താണ്? നിങ്ങളൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്താണ് പഠിക്കുക. പക്ഷെ നമുക്കറിയാം, ഒരു മനുഷ്യന് ഒരിക്കലും ഒരു 20 ദിവസം പോലും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് മോട്ടിവേഷനേക്കാൾ ഉപരി നമ്മളൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കണം. ആണോ? ഒരു ചിട്ട ഉണ്ടായിരിക്കണം. അതായത് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഒരു ദിവസം ഇത്രയും ടോപ്പിക്കുകൾ ഞാൻ കവർ ചെയ്യും. ബാക്കി എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതിൽ നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അല്ലെ? ട്രിപ്പ് പോകാൻ പറ്റാത്ത അവസ്ഥ വരും, ഉറക്കം,
അതായത് 10 മണിക്ക് കിടക്കേണ്ടവൻ ചിലപ്പോൾ എന്താണ് 12 വരെ പഠിക്കേണ്ടി വരും. രാവിലെ 8 മണിക്ക് കേൾക്കുന്നവൻ ചിലപ്പോൾ 5:30 എന്താണ് എണ്ണീറ്റ് പഠിക്കേണ്ടി വരും. അപ്പൊ കുറെ സ്ട്രഗ്ലിങ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഭാവി സുരക്ഷിതമാകുകയുള്ളൂ. ഒരു 8 മാസം പ്രോപ്പറായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമായില്ലേ? ആയോ? ശരിയല്ല ഞാൻ പറയും. വെറും 8 മാസം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഈ 8 മാസം മുൻപിൽ കടന്നു പോകും. അപ്പൊ ഈ 8 മാസം പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ഫ്യൂച്ചർ മാത്രമല്ല, നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറി, സമൂഹത്തിലെ നിങ്ങളോടുള്ള ആൾക്കാരുടെ പെരുമാറ്റം മാറി. ആണോ? ശരിയല്ലേ? 80,000 രൂപ 1 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന സെക്രട്ടറി പോലും നിങ്ങളെ സാറേനെ വിളിക്കൂ. നമുക്കും ആ ഒരു ലെവലിലേക്കൊക്കെ എത്തണ്ടേ മക്കളെ? വേണോ? ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തണ്ടേ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കിക്കേ. കാരണം ചിലപ്പോൾ നമ്മൾ കോളേജ് ഫസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഫസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 10നും +1 +2 ഒക്കെ ഫസ്റ്റ് റാങ്കിൽ വന്ന ആൾക്കാരാ. പക്ഷെ പ്രോപ്പർ ആയിട്ടൊരു ജോലി ഇല്ലെങ്കിലോ എന്തെങ്കിലും നമുക്കൊരു വാല്യൂ ഉണ്ടോ? ഒരു കുഞ്ഞു കുട്ടി അവൻ 5 വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങുകയാണ്, അല്ലെ 4 വയസ്സ്. ഞങ്ങളൊക്കെ പണ്ടെടുത്ത് അംഗൻവാടിയിൽ 4 വയസ്സിൽ അംഗൻവാടി പോകുന്നത് അമ്മയൊക്കെ പറയുന്നത് 4 വയസ്സിൽ 3.5 വയസ്സ് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയും ആ 4 വയസ്സ് മുതൽ എങ്ങനെ പോലും ഡിഗ്രി പഠിച്ച ആൾക്കാരാ അല്ലെ? 4 വയസ്സ് മുതൽ എങ്ങനെ പോലും ഒരു 10-15 വർഷം 10-16 വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പഠിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം പഠിച്ചിട്ടില്ലേ? ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു അർത്ഥം വേണ്ടേ? ഈ 16 വർഷം നമ്മൾ നല്ലത് വീട്ടുകാർ നമ്മൾ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്താ പഠിച്ചേക്കുന്നത് അല്ലെ? അസുഖം ഉണ്ടായിട്ട് ക്ലാസ്സിൽ പോയിട്ടുണ്ട്, പനി ഉണ്ടായിട്ട് നമ്മൾ എത്ര കരഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് വേണം മക്കളെ? ഒരു അർത്ഥം വേണ്ടേ? ഒരു ആൻസർ വേണ്ടേ? ഒരു അർത്ഥം വേണ്ടേ? അതായത് ഇത്ര നാൾ പഠിച്ചിട്ട് 10,000-15,000 രൂപയ്ക്ക് ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്താൽ മതിയോ? നിങ്ങൾ തന്നെ ആലോചിക്കേ. ഒരു 10 മാക്സിമം ഒരു പ്രൈവറ്റ് കമ്പനി ജോലി കിട്ടിയ 20,000 രൂപ കിട്ടും. നമ്മുടെ ചാർ അവർ ഊറ്റിയെടുക്കും. 5 അല്ലെ 10 വർഷം നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്കത് മതിയോ? ടാർഗറ്റ് പ്രഷറുകളൊക്കെയാണ് പ്രൈവറ്റിൽ. നമുക്ക് സമൂഹത്തിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണ്ടേ? നല്ലൊരു ലോൺ എടുക്കണ്ടേ? ഒരു പെര വെക്കണമെങ്കിൽ നല്ല ലോൺ, ഗവൺമെന്റ് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ പുറകെ ബാങ്കുകാർ ഇങ്ങോട്ട് വരും, ഞാൻ ലോൺ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരുപാട് അവസരങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിൽ തന്നെ ഈ 2024 വർഷം സഹകരണ മേഖലയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇത്രത്തോളം അവസരങ്ങൾ വന്ന ഒരു സമയമില്ല. നിങ്ങൾ ആലോചിച്ച് കേരഫെഡ്, അപെക്സിന്റെ എക്സാമുകൾ, JCI, നമ്മുടെ സഹകരണമായിട്ട് CSEB എക്സാമുകൾ, എന്തൊക്കെ അവസരങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ ഇതിൽ എവിടെങ്കിലും നമ്മൾ കയറണോ? ഇവിടെ കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോരായ്മ തന്നെയാണ്. അപ്പൊ ഞാൻ കൂടുതലേക്ക് ഇതിലേക്ക് വരികയാണ്. നമ്മൾ ഈ കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. അപ്പൊ ഹൗ ടു സ്റ്റഡി, എങ്ങനെ നമുക്ക് പഠിക്കാം? എല്ലാം റെഡിയാണോ? ഞങ്ങളുടെ ഒപ്പം പഠിക്കാൻ റെഡിയാണോ? നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് നല്ല ഇൻസ്പെക്ടേഴ്സ് ആകണോ? വെറും 8 മാസം നമ്മുടെ മുൻപിൽ ഇത്ര സമയമുണ്ട്. ഈ 8 മാസം എന്ന് പറയുന്നത് ചെറിയ സമയമല്ല. ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എങ്ങനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സിലബസ് കവർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അതാ യെസ് സാർ ഡിഗ്രിയൊക്കെ നല്ല മാർക്ക് കിട്ടിയിരുന്നു, ഓപ്പറേഷൻ ബട്ട് സ്റ്റിൽ പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചത് മറക്കുന്നു, ടെൻഷൻ. അതിപ്പോ നമ്മൾ ഈ ടെൻഷൻ അടിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ പഠനം നമ്മൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് പഠിച്ച ടെൻഷൻ വരില്ല. നമുക്ക് നല്ല അറിവുണ്ടെങ്കിൽ നമ്മൾ നല്ല കോൺഫിഡൻസോടെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഓർത്തു. ഡബിൾ സ്ക്രീൻ കൂടി വേണ്ടി പഠിക്കാൻ തയ്യാറാണ്. ഓക്കെ, ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങള് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ സെറ്റ് ചെയ്യാൻ ഞങ്ങൾ ഓക്കെ. ഞങ്ങളുടെ I+ന്റെ ഇന്റൻസീവ് കോച്ചിന് ഹൈ ക്വാളിറ്റി വീഡിയോസ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. നല്ല ക്ലാസ്സുകളാണ്, നോട്ടുകൾ അത് കറക്റ്റ്. നമ്മൾ എന്താണ് ഞാൻ പറയല്ലോ, ഒരു ബുക്കല്ല, ഒരു പുസ്തകമല്ല, ഒരുപാട് പുസ്തകങ്ങൾ നോക്കിയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്രിസ്പായിട്ടുള്ള നോട്ടാണ്. PYQ ഡിസ്കഷൻ പഠിച്ചാൽ മാത്രം പോരാ, പ്രീവിയസ് പഠിക്കണം അല്ലെ? പിന്നെ ഡൗട്ട് ക്ലിയർ. നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് വരും, അതാണ് പ്രധാനപ്പെട്ട. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് എന്താണ് നിങ്ങൾ പഠിക്കുന്ന ഏറ്റവും വലിയ നല്ല മാർഗം. നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്താ ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ടീം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റീസ് തരുന്നുണ്ട്. ടോപ്പിക് ടെസ്റ്റ്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി മോട്ടിവേഷൻ ആൻഡ് ഗൈഡൻസ്. ഞങ്ങളെ പോലുള്ള ആൾക്കാർ, പലൻ സാർ അല്ലെങ്കിൽ നിതിൻ സാർ, ഞങ്ങളെല്ലാവരും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കൂടെയുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആവുമെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെ, നമുക്കറിയാം നമ്മളെല്ലാം മനുഷ്യന്മാരാ, ഹ്യൂമൻ ബീങ്സ് ആണ്. ചില സാഹചര്യം നമ്മൾ ഡൗൺ ആവും. ആ ഡൗൺ ആവുന്ന സമയത്ത് നമുക്കിട്ടൊന്ന് കിഴക്കാൻ അല്ലെ, ഒന്ന് നമ്മളെ പഠിക്കുന്ന പറയാൻ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ പഠനം തന്നെ വേറൊരു ലെവലിലേക്ക് ആയിരിക്കും. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നിങ്ങളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ റിലേഷൻഷിപ്പിലുണ്ട്. കാരണം നിങ്ങളുടെ പഠനത്തിന്റെ പ്രോഗ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് തന്നെ ഉണ്ട്. നിങ്ങൾ ഒരു സംശയം വേണ്ട, നമ്മൾ ആ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ പറയണ I+ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ചേരുക, ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങൾ പറയുന്നത് പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ഞാൻ 100% ഉറപ്പ് തരികയാണ്. പക്ഷെ ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പഠിക്കണം, മനസ്സിലാവും? ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കണം. അതായത് ഇന്നൊരു ടോപ്പിക് ഞങ്ങൾ പഠിക്കാൻ തന്നാൽ നാളെ ആകട്ടെ, അത് പറ്റില്ല. ഞങ്ങൾ പറയുന്ന ടാസ്കുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾ കവർ ചെയ്യണം. അങ്ങനെ നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ മക്കളെ ഒരുപാട് ഇൻസ്പെക്ടേഴ്സ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഉണ്ടാകും കേട്ടോ. ഒരുപാട് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? സിലബസിനെ പറ്റി ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞു.
സംശയം വരാൻ സാധ്യതയില്ല. പ്രോപ്പറായിട്ട് നമ്മൾ ആ സിലബസ് കവർ ചെയ്ത് തന്നെയാണ് പോയത്. പിന്നെ ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രോപ്പറായിട്ട് പഠിച്ച് മുൻപോട്ട് പോകാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ബോർഡ് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സസ് എല്ലാം അതിലുണ്ട്. ക്ലാസ്സസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, നമ്മൾ IPLS നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ആ ക്ലാസ് ക്വാളിറ്റീസും അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് എല്ലാം ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ടാണ് ഹാൻഡിൽ ചെയ്യുക. അപ്പം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ എനിക്ക് ജോലി വേണം എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെ പഠിക്കാനായിട്ട് തയ്യാറെടുക്കുക. പിന്നെ എന്നെ കൊണ്ട് ഇത് പറ്റും, ഐ ക്യാൻ, അല്ലെ? ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ആ കോൺഫിഡൻസ് വേണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ശരിയല്ലേ? അതായത് അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ, ഞാൻ പഠിച്ചാൽ എനിക്ക് എത്തുമോ, അങ്ങനെ സംശയം വേണ്ട. എന്നെ കൊണ്ട് പറ്റും, ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ തന്നെ വേണം നമ്മൾ പഠിക്കാൻ നമ്മുടെ പഠനം തുടങ്ങാൻ തന്നെ. എന്നെ കൊണ്ട് ഇത് പറ്റും. കാരണം നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ആവറേജ് സ്റ്റുഡന്റിന് കയറി പോകാൻ പറ്റിയ ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റിന് പോലും ചിട്ടയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ കയറാവുന്ന ഒരു ഏരിയ ആണ്. അല്ലെങ്കിൽ നമ്മുടെ സഹകരണത്തിൽ കോർപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റുഡൻസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലി ഇതാണ് കേട്ടോ. ഏറ്റവും വലിയ ജോലി ഇൻസ്പെക്ടർ ജോലി തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മറ്റു സംശയങ്ങളൊക്കെ ഉണ്ടോ? മറ്റു സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? പഠനം സിലബസ് സംശയങ്ങൾ വരാൻ ചാൻസ് ഇല്ല. നമ്മൾ പ്രോപ്പറായിട്ട് സിലബസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മനസ്സായോ കുട്ടികളെ? പഠിക്കണം, എനിക്ക് ആ ജോലി വേണം, എനിക്ക് ഇൻസ്പെക്ടർ ആകണം, ആണോ അനന്തു? ഓക്കെ ആണോ? ആ ഒരു ആഗ്രഹം തന്നെ മനസ്സിൽ ഉടലെടുത്തോ? ഒരു ഇൻസ്പെക്ടർ ആകണം, അല്ലെ? സുരേഷ് വേണം, നമുക്ക് ഇൻസ്പെക്ടർ ആണ്. നമ്മൾ ഇൻസ്പെക്ടർ ആകും. ആ ഇൻസ്പെക്ടർ ആയി കഴിഞ്ഞതിനുള്ള കാര്യങ്ങൾ നമ്മളൊരു ബാങ്കിൽ കയറി ചെല്ലുന്നു, അല്ലെ? നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മുടെ ID കാർഡൊക്കെ ഇട്ട് നമ്മൾ ബാങ്കിൽ കയറി ചെല്ലുന്നു. നമ്മൾ ബാങ്കിൽ കയറി നമ്മൾ നേരെ സെക്രട്ടറി ക്യാബിനിൽ പോകുന്നു, അല്ലെ ബ്രാഞ്ചിലാണെങ്കിൽ ബ്രാഞ്ച് മാനേജർ ക്യാബിനിൽ കയറുന്നു. നമ്മളവിടെ ചെല്ലുന്നു, അവരുടെ ബുക്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. എന്ത് നല്ല രസമാണെന്ന് ആലോചിച്ച് നോക്കി. എന്നെ സ്റ്റാൻഡേർഡുള്ള ജോലിയാ, അതൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രത്തോളം ഒരു പവർഫുൾ ജോലി. നമുക്ക് അവരോട് പറയാം, സാറേ ആ ലോൺ പ്രോഗ്രസ് റിപ്പോർട്ടിങ് എടുത്തേ, അല്ലെ സാറേ സ്വപ്നമാണ്, സ്വപ്നം സാക്ഷാത്കരിക്കണ്ടേ? സ്വപ്നം നമുക്ക് എല്ലാവർക്കും വേണം, സാക്ഷാത്കരിക്കണ്ടേ? അല്ല, ഇൻസ്പെക്ടേഴ്സ് വന്ന് അതൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. സാറേ ആ ലോൺ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് സാറേ, അല്ലെങ്കിൽ പറയും ഇന്ന അബൌട്ട് നമ്മുടെ ഒരു FDL ഫയലിംഗ് എടുത്ത്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്താണ് സാറേ FDL നിങ്ങൾ അതിന്റെ മെച്യൂരിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്തില്ലല്ലോ, അങ്ങനെയൊക്കെ. നല്ല രസമാണ്, നല്ല പവർഫുൾ ജോലിയാണ്. സ്വപ്നം മാത്രം പോരാ, ആ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കണം. വേണ്ടേ? സാക്ഷാത്കരിക്കണോ? സ്വപ്നമായിട്ട് അത് നിലനിൽക്കാൻ പറ്റില്ല, അത് നമുക്ക് സാക്ഷാത്കരിക്കണം. ഓക്കെ, നമ്മുടെ ടീമിനോടൊപ്പം നിങ്ങൾ ചേരുക, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പഠിക്കുക. 100% ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ്, 100% 150% ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടിയിരിക്കും. ഞങ്ങൾ പറയുന്ന രീതിയിൽ പഠിക്കുവാണെങ്കിൽ ജോലി കിട്ടിയിരിക്കും. അപ്പൊ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ചാർജ് ആയോ? ഓക്കെ ആയില്ലേ?